ഇപ്പോൾ ഞങ്ങൾ തിരുനാവായ ഒരു നായ ചത്ത് കിടന്നിട്ട് 2 ദിവസമായിരിക്കണം. അതിന് കുഴിച്ചിടാൻ ഇതുവരെ ആരും വന്നിട്ടില്ല എന്നുള്ള ഒരു വാർത്ത. ഞാൻ അംസുവിനെ വിളിച്ചിരുന്നു. അപ്പോൾ ഞാൻ അംസുവിനും കൂട്ടിയിട്ട് ആ നായനെ കുഴിച്ചിടാൻ വേണ്ടി പോകട്ടെ. എന്തായാലും പോയി നോക്കട്ടെ, എന്തായാലും അവസ്ഥ ഒന്നും അറിയില്ല. ഞങ്ങൾ തിരുനാവായ സ്പെഷ്യാലിറ്റി ഡോക്ടർ ആ റോട്ടിലാണെന്ന് പറഞ്ഞത്. എന്തായാലും പോയി നോക്കട്ടെ. അപ്പോൾ ഞങ്ങൾ ഏകദേശം തിരുനാവായ എത്തിയിട്ടാണ്. പിന്നെ നായ ചത്ത സ്ഥലത്തേക്ക് പോകണം. അതായത് ഞങ്ങൾ തിരുനാവായ ഓട്ടോറിക്ഷ സ്റ്റാൻഡിലെത്തിയത്. തിരുനാവായ ഈ ലെഫ്റ്റ് റോട്ടിലാണെന്നാണ് പറഞ്ഞത്. ഏതായാലും ഞങ്ങളവിടെ പോയി നോക്കട്ടെ. ഇവിടെ ആരും അതിനെ ഒന്നും ചെയ്യുന്നില്ല, അവിടെ കിടക്കുകയാണെന്ന് പറഞ്ഞു. ഇവിടെയാണ് സംഭവം. ഏതാ നായ്ക്കൾ കിടക്കുന്നു. ഇവിടെ ഒരു നായും ഒരു 5-6 കുട്ടികളുണ്ടായിട്ട് ഒരു കുട്ടി ചത്ത് കിടക്കുകയാണ്. അപ്പോൾ ഈ കുട്ടിയാണ് ചത്തത്. യൂത്തുണ്ട് 2 ദിവസം ചെയ്യണത്ര ചത്തിട്ട്. ഇപ്പോൾ ആരും ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യണില്ല. അപ്പോൾ താഴത്തിറക്കുന്ന അംസുവിനക്ക് വിളി വന്നാണ്. അംസുവിൻ്റെ സ്ഥലത്താണിത്. ഇവിടെ ഇലക്ട്രീഷ്യൻ ബാലേട്ടനക്കും അതുപോലെ മറ്റുള്ള കടക്കാർക്കൊക്കെ അതിൻ്റെ സ്മെല്ല് വരൽ തുടങ്ങിയിരിക്കണം. അപ്പോഴാണ് വിളി വന്നത്. ഇവിടെ ഞാൻ അംസുവിനായിട്ട് വന്നതാണ്. ഏതായാലും പരിപാടി തുടങ്ങുന്നുണ്ട്. ഈ കുട്ടീനെ എടുത്തിട്ടാ. ചോദിച്ചൂടെ വരണേ. മെമ്പറോട് 2 വാക്ക് സംസാരിക്കാം. മെമ്പറോട് 2 വാക്ക് വഴി. നമ്മൾ ആരിസ് മെമ്പറിന്റെ പിന്നെ കടന്റെ അടുത്താണ് ഇത് സംഭവം സംഭവിച്ചിരിക്കുന്നത്. അപ്പോ കിബില നോക്കി വെച്ചോ. ഇതൊക്കെയാണ് ഭക്ഷണം കൊടുത്തിട്ട് നമ്മൾ ഭക്ഷണം കൊടുക്കും. പാവങ്ങളല്ലേ, കുട്ടികളല്ലേ. ഭക്ഷണം കൊടുത്തിട്ട് പഞ്ചായത്തില് കുറെ പരാതിയും കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടിയന്തരമായിട്ട് നമ്മളിവിടെ അക്ഷയന്റെ അവിടെ ഉള്ള പിന്നെ നായ്ക്കളെ വിഷയത്തില് ഒരുപാട് പരാതി. ഈ ഭക്ഷണം കൊടുക്കണം, നമുക്ക് ഭക്ഷണം കൊടുത്തിട്ടായി പഞ്ചായത്ത് മെമ്പറും തരണം. ആ സ്ഥാപനത്തിന്റെ മേധാവിയോട് ഇഷ്ടംപോലെ ഒരുപാട് തവണ റിക്വസ്റ്റ് കൊടുത്താണ്. ഇതുവരെ ഇതായില്ല. ഭക്ഷണം നേരെ കൊണ്ടുവന്നിട്ട് നമ്മൾ ഈ അക്ഷയന്റെ മുന്നിലും ഇതിൻ്റെയൊക്കെ എടുത്ത് കൊടുക്കണം. അതിന്റെ ഇടയിൽ നമ്മളെ ഓഫീസിൽ വരുന്ന ആൾക്കാർ, അതേമാതിരി ഈ ഡോക്ടറെ അടുത്ത് വരുന്ന ആൾക്കാർക്കൊക്കെ വളരെയധികം പ്രയാസമാണ്. അപ്പോൾ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇനി അടുത്ത നടപടിയിലേക്ക് പോവുകയാണ്. പിന്നെ എന്താണ് അടുത്ത നടപടി? സ്വാഭാവികമായിട്ട് വണ്ടി തട്ടിയതാണോ, ഇനി ഭക്ഷണം പിന്നെ ഇവിടുന്ന് ഇപ്പോൾ ഇതായിട്ട് എങ്ങനെയാണെന്നല്ല അറിയില്ല. പിന്നെ അതുകൊണ്ട് ഈ നായ്ക്കളെ വിഷയത്തിൽ ജനങ്ങളൊക്കെ നമ്മളെ പ്രവർത്തകരോട് അല്ലെങ്കിൽ ജനപ്രതിനിധികളോട് ഞങ്ങളെന്താ ചെയ്യാന്നുള്ളത്, ഞങ്ങളെ അവസ്ഥ അതിനെക്കാട്ടി അപ്പുറത്താണ്. അപ്പോൾ അതുകൊണ്ട് പരമാവധി പഞ്ചായത്തിൽ പരാതി കൊടുത്തിട്ട് അതിനുള്ള നടപടി എടുക്കുന്നു. ഏതായാലും ഇത് പിന്നെ ഇങ്ങനെ നായ് ചത്ത് ഇതാക്കിയപ്പോൾ തന്നെ നമ്മളെ താത്തർക്ക് താമസാക്കാം. പിന്നെ ഞാൻ വന്ന് കുഴിച്ചിടാന്ന് പറഞ്ഞിട്ട് പിന്നെ വന്ന് അതിന് ഏറ്റവും നല്ല രീതിയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഏതായാലും ഇങ്ങനത്തെ പൊതുപ്രവർത്തനങ്ങൾ ചെയ്യുന്നതിൽ നമ്മൾ അംസാക്ക ഒരുപാട് ഇതിലാണ്. ഇന്നലെ ഞങ്ങൾ താഴത്തറ പിന്നെ മഴക്കാല ശുചീകരണത്തിൻ്റെ ഭാഗമായിട്ട് പിന്നെ കനാലിൻ്റെ സൈഡ്, അതായത് നവാമൂത സ്കൂൾ തുറക്കാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ സൈഡിലുള്ള പൊന്തിങ് കാടങ്ങളൊക്കെ വെട്ടാൻ നേതൃത്വം കൊടുത്ത വ്യക്തിയാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞിരിക്കണേ? പറയണ്ട, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അതെന്താ പറഞ്ഞിരിക്കണേ? വീഡിയോ ഇവിടെ അവസാനിക്കല്ലേ? അപ്പോൾ ഞാനും അംസും പുറപ്പെടാണ്. അതിനുശേഷം ബാക്കിയുള്ള കുട്ടികൾക്കുള്ള ഭക്ഷണം വരെ അംസു വാങ്ങിയിട്ട് ഒരു ഇലയിൽ വെച്ച് കൊടുത്തിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഏകദേശം അവർക്കുള്ള ഭക്ഷണമൊക്കെ കൊടുത്ത് പിന്നെന്തായാലും പുറപ്പെടാനുള്ള പരിപാടിയാണ്. ഓക്കെ.